ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോമ്പണൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ആയിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. സോ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ കോമ്പണൻസ് ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിനെ നമ്മൾ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്, ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നിവയായിരുന്നു അവ. സോ അതിൽ പ്രൈമറി മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ പ്രൈമറി മാർക്കറ്റിൽ ഒരു പ്രധാനപ്പെട്ട മെത്തേഡ് ഓഫ് റൈസിങ് ഫണ്ടായിരുന്നു പബ്ലിക് ഇഷ്യൂ എന്നുള്ളത്. സോ പബ്ലിക് ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ആ പേര് പറയുന്നത് പോലെ ഡയറക്റ്റായി ആളുകളുടെ അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് എന്ത് പബ്ലിക് ഇഷ്യൂ എന്ന് വിളിക്കുന്നത്. ഡയറക്റ്റായിട്ട് ആളുകൾക്ക് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുകയും ഇതുവഴി എന്ത് ചെയ്യുന്നു, ഫണ്ട് കളക്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് പബ്ലിക് ഇഷ്യൂയുടെ പ്രത്യേകത. സോ നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊസീജിയേഴ്സ് ഓഫ് പബ്ലിക് ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂ നടത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രൊസീജിയറുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് ഒരു കമ്പനി കടന്നു പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കടക്കാൻ പോകുന്നത്. സോ പ്രൊസീജിയർ ഓഫ് പബ്ലിക് ഇഷ്യൂ. ഫസ്റ്റ് വൺ, ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ്. A draft prospectus has to be prepared giving all required information. Any company or listed company making a public issue or a right issue if the value of the company is more than 50 lakh. സോ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പബ്ലിക് ഇഷ്യൂ നടത്തണമെങ്കിൽ ആദ്യം കമ്പനി എന്ത് ചെയ്യണം, ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം. പ്രോസ്പെക്ടസിൽ എന്തെല്ലാണ് ആ ഇഷ്യൂടെ പറ്റിയുള്ള കാര്യങ്ങൾ, അതായത് ഡീറ്റെയിൽസ് നൽകണം. ഫേസ് വാല്യൂ ഓഫ് ഷെയർസ്, എത്ര ഷെയർസാണ് ഇഷ്യൂ ചെയ്യുന്നത്, മിനിമം സബ്സ്ക്രിപ്ഷൻ എത്രയാണ് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഈ പ്രോസ്പെക്ടസിൽ എന്ത് ചെയ്യണം, കണ്ടെയ്ൻ ചെയ്യണം എന്നുള്ളതാണ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ഫുൾഫിൽമെൻറ്റ് ഓഫ് എൻട്രി നോംസ്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് വെച്ചാൽ സെബി, അതായത് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബി ആണ്. ഈ സെബി പബ്ലിക് ഇഷ്യൂവിന് വേണ്ടി കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ കമ്പനിയുടെ വാല്യൂ 50 ലക്ഷം രൂപ മിനിമം വാല്യൂ ഉള്ള ഒരു കമ്പനിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, പബ്ലിക് ഇഷ്യൂവിൽ ഏർപ്പെടാൻ പറ്റൂ. കൂടാതെ ഈ പബ്ലിക് ഇഷ്യൂ നടത്തുന്ന കമ്പനിയുടെ കൃത്യമായി സെബി മോണിറ്റർ ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, സെബി അവർക്ക് ഒരു കൺസെഷൻ ലെറ്റർ അല്ലെങ്കിൽ ഒരു കൺസെൻറ്റ് ലെറ്റർ നൽകുകയും ചെയ്യുന്നു. സോ ഈ കൺസെൻറ്റ് ലെറ്റർ കിട്ടിയ കമ്പനിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, പബ്ലിക് ഇഷ്യൂവിൽ ഏർപ്പെടാൻ പറ്റൂ എന്നുള്ളതാണ് പോയിന്റ്. തേർഡ് പോയിന്റ്, അപ്പോയിൻമെൻറ്റ് ഓഫ് അണ്ടർ റൈറ്റേഴ്സ്. അണ്ടർ റൈറ്റിംഗ് എന്താണെന്നുള്ള കാര്യം ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ, പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ പൂർണ്ണമായി ഷെയർസ് ആളുകൾ വാങ്ങാനുള്ള സാധ്യതയില്ല. അതായത് ഫുൾ സബ്സ്ക്രിപ്ഷനുള്ള സാധ്യത കുറവാണ്. അല്ലെങ്കിൽ ഫുൾ സബ്സ്ക്രിപ്ഷൻ എന്ന കടമ്പ കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്ന ഇൻ്റർമീഡിയറീസിനെ നമുക്ക് എന്ത് ചെയ്യാം, അണ്ടർ റൈറ്റേഴ്സ് എന്ന് വിളിക്കാം. സോ ഈ അണ്ടർ റൈറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ആളുകൾ ഫുൾ സബ്സ്ക്രിപ്ഷൻ നടത്തിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, അണ്ടർ റൈറ്റേഴ്സ് ആ ഷെയർ വാങ്ങുകയും ഫുൾ സബ്സ്ക്രിപ്ഷൻ എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യുന്നു. സോ അണ്ടർ റൈറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കമ്പനി ഫുൾ സബ്സ്ക്രിപ്ഷൻ ഫെയിലായി കഴിഞ്ഞാൽ ആ ഷെയർസും കൂടി അണ്ടർ റൈറ്റേഴ്സ് വാങ്ങുകയും ഫുൾ സബ്സ്ക്രിപ്ഷൻ എന്ന കടമ്പ കടക്കാൻ കമ്പനിയെ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സോ പ്രൊസീജിയർ ഫസ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പബ്ലിക് ഇഷ്യൂയുടെ എല്ലാ കാര്യങ്ങളും ഈ പ്രോസ്പെക്ടസിൽ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തിയിരിക്കണം. അതായത് നമ്പർ ഓഫ് ഷെയർസ്, നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ്, ഫേസ് വാല്യൂ ഓഫ് ഷെയർസ്, മിനിമം സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തണം. സെക്കൻഡ് പോയിന്റ്, ഫുൾഫിൽമെൻറ്റ് ഓഫ് എൻട്രി നോംസ്. അതായത് സെബി കൃത്യമായ ഗൈഡ് ലൈൻസും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. സോ സെബി ഈ പറഞ്ഞ ഗൈഡ് ലൈൻസും കാര്യങ്ങളും റൂളുകളും ഫുൾഫിൽ ചെയ്ത കമ്പനീസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, പബ്ലിക് ഇഷ്യൂവിൽ ഏർപ്പെടാൻ പറ്റൂ. അതായത് മിനിമം 50 ലക്ഷം രൂപ വാല്യൂ ഉള്ള കമ്പനീസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, പബ്ലിക് ഇഷ്യൂവിൽ ഏർപ്പെടാൻ പറ്റൂ. മൂന്നാമത്തെ എന്ന് പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് അണ്ടർ റൈറ്റേഴ്സ് ആണ്. അണ്ടർ റൈറ്റേഴ്സിന് എന്തിനാണെന്ന് വെച്ചാൽ മിനിമം സബ്സ്ക്രിപ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് കമ്പനിയുടെ ആവശ്യകതയാണ്. സോ ഈ കടമ്പ കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ
അപ്പോയിൻറ്റ് ചെയ്യുന്ന ഇൻ്റർമീഡിയറീസിനെ എന്ത് ചെയ്യുന്നു, അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുന്നു. സോ അണ്ടർ റൈറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന കണ്ടീഷൻ ഓവർകം ചെയ്യാനാണ് അണ്ടർ റൈറ്റേഴ്സിന് എന്ത് ചെയ്യുന്നത്, ഏർപ്പെടുത്തുന്നത്. ഇപ്പോൾ ആളുകൾ ഷെയർസ് വാങ്ങിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, അണ്ടർ റൈറ്റേഴ്സ് ആ ഷെയർസ് എടുത്തു കളയും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. 4th പോയിന്റ്, appointment of bankers. Generally, the company shall nominate its own bankers to act as collecting agent. 4th പോയിന്റ് പറയുന്നത് എന്ത് ചെയ്യുന്നു, കമ്പനി ബാങ്കേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നു. സോ നമ്മളെ എന്ത് ചെയ്യാണ്, ആളുകൾക്ക് പബ്ലിക് ഇഷ്യൂ നടത്തുകയാണ്. സോ ഫണ്ട് ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കളക്ടിങ് ഏജന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഇഷ്യൂ ചെയ്യുന്ന കമ്പനി ബാങ്കിനെ അപ്പോയിന്റ് ചെയ്യുന്നു. 5th പോയിന്റ്, ഇനീഷ്യേറ്റിംഗ് അലോട്ട്മെന്റ് പ്രൊസീജിയർ. When the issue subscribed to minimum level, the registrar initiate the allotment procedures. അതായത് മിനിമം സബ്സ്ക്രിപ്ഷൻ, 5th പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മിനിമം സബ്സ്ക്രിപ്ഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രാർ എന്ത് ചെയ്യുന്നു, അലോട്ട്മെന്റ് പ്രൊസീജിയർ ഉറപ്പിക്കുന്നു, അല്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രൊസീജിയറിലൂടെ കടന്നു പോകുന്നു. 6th പോയിന്റ്, അപ്പോയിന്റ്മെന്റ് ഓഫ് ബ്രോക്കേഴ്സ് ടു ദ ഇഷ്യൂ. അതായത് പബ്ലിക് ഇഷ്യൂ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻ്റർമീഡിയറീസ് ആണ് ഇൻവെസ്റ്റേഴ്സും കമ്പനീസും ഇൻവെസ്റ്റേഴ്സിൻ്റെയും കമ്പനീസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. സോ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ കമ്പനി ബ്രോക്കേഴ്സിനെ ഏർപ്പാടാക്കുന്നു. സോ ഈ ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് ആരായിരിക്കും, റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പേഴ്സിനെയാണ് ബ്രോക്കേഴ്സായിട്ട് കമ്പനി അപ്പോയിൻറ്റ് ചെയ്യുന്നത്. 7th point, filing of documents such as draft prospectus along with the copies of agreement entered with manager, underwriters, bankers and brokers to the issue are to be filled with the registrar of company. 7th point എന്ന് വെച്ചാൽ ഇതിനാവശ്യമായ എല്ലാ ഡോക്യുമെൻറ്റും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പൂരിപ്പിക്കണം. അല്ലെങ്കിൽ കൃത്യമായിട്ട് ഈ ഡോക്യുമെൻറ്റിന് വേണ്ട കണ്ടീഷൻസ് കമ്പനി സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളതാണ് 7th പോയിന്റ് പറയുന്നത്. അതായത് ഇത് പ്രോസ്പെക്ടസ് പോലെയുള്ള ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും. 8th, പ്രിൻറ്റിംഗ് ഓഫ് പ്രോസ്പെക്ടസ് ആൻഡ് അപ്ലിക്കേഷൻ ഫോംസ്. 8th പോയിന്റ് പറയുന്നതെന്ന് വെച്ചാൽ ഈ അപ്ലിക്കേഷൻ ഫോമും പ്രോസ്പെക്ടസും എന്ത് ചെയ്യണം, മർച്ചൻ്റ് ബാങ്ക് നമ്മളുടെ കയ്യിൽ സൂക്ഷിക്കണം എന്നുള്ള കാര്യമാണ്. അതായത് മർച്ചൻ്റ് ബാങ്കേഴ്സും ബ്രോക്കേഴ്സുമാണ് എന്ത് ചെയ്യുന്നത്, ഈ അപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. 9th പോയിന്റ്, ലിസ്റ്റിംഗ് ഓഫ് ദ ഇഷ്യൂ. സോ ലിസ്റ്റിംഗ് ഓഫ് ദ ഇഷ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലെറ്റർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് അയക്കണം. സോ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ്, അല്ലെങ്കിൽ ഈ ഒരു കൺസേൺ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രൈമറി ഇഷ്യൂ അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് ഇഷ്യൂ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ്. 10th പോയിന്റ്, പബ്ലിക്കേഷൻ ഇൻ ന്യൂസ് പേപ്പർ. സോ ഇത്രയും ലീഗൽ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, പബ്ലിക്കിനെ ഇങ്ങനൊരു കാര്യം ഇൻഫോം ചെയ്യണം. സോ ഇങ്ങനെ ഒരു കാര്യം ഇൻഫോം ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ന്യൂസ് പേപ്പർ വഴിയാണ് ഇൻഫോം ചെയ്യുക, ന്യൂസ് പേപ്പറോ ജേണലോ വഴിയാണ്. സോ എന്ത് ചെയ്യുന്നു, ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നു, പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഈ ഒരു സെക്യൂരിറ്റി വാങ്ങാൻ വേണ്ടിയുള്ള അപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്നു. 11ാം പോയിന്റ്, അപ്ലിക്കേഷൻ സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യുന്നു, അപ്ലിക്കേഷൻസ് മണി അയക്കുകയും അവരുടെ അപ്ലിക്കേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ക്രൂട്ടനൈസ് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. ശേഷം അവർ നടത്തിയ അപ്ലിക്കേഷൻ്റെ ബേസിൽ എന്ത് ചെയ്യുന്നു, അവർക്ക് സെക്യൂരിറ്റീസ് നൽകുന്നു. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പ്രൊസീജിയേഴ്സ് ഓഫ് പബ്ലിക് ഇഷ്യൂ ആണ്. 11 പോയിൻ്റാണ് ഡിസ്കസ് ചെയ്തത്. സിമ്പിളാണ്, നമ്മൾ എവിടെയൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. ഒന്നുകൂടി റിവൈൻ ചെയ്ത് നോക്കാം. 1st പോയിന്റ്, ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ്. 2nd പോയിന്റ്, fulfillment of entry norms. 3rd, appointment of underwriters. 4th, appointment of bankers. 5th, allotment procedure. 6th, brokers to the issue. 7th, filing document. 8th, printing of prospectus. Listing 9th, listing the issue. 10th, publication in newspaper. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വേർഡ്, അലോട്ട്മെന്റ് ഓഫ് ഷെയർസ്. സോ ഇതിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിലബസിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ കഴിയണം എന്നുള്ള നിലക്കാണ് എന്ത് ചെയ്തത്, ഇതിവിടെ ഡിസ്കസ് ചെയ്തത്. സോ നെക്സ്റ്റ്
സെക്കൻഡറി മാർക്കറ്റിനെ പറ്റി നമ്മളിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നില്ല. പക്ഷെ നമ്മൾ കോമ്പണൻസ് പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സെക്കൻഡറി മാർക്കറ്റ് എന്താണ്, സെപ്പറേറ്റ് ഒരു ചാപ്റ്ററായിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇവിടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നേ ഉള്ളൂ. സെക്കൻഡറി മാർക്കറ്റ് എന്താണ്, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓൾറെഡി ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ സെക്യൂരിറ്റി ഡീല് ചെയ്യുന്ന മാർക്കറ്റ് എന്ത് ചെയ്യാം, സെക്കൻഡറി മാർക്കറ്റ് എന്ന് വിളിക്കാം. സോ സെക്കൻഡ് ഹാൻഡ്, സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റീസ് ആണ് എന്ത് ചെയ്യുന്നത്, സെക്കൻഡറി മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നത്. സെക്കൻഡറി മാർക്കറ്റിലെ ട്രാൻസാക്ഷൻസ് ക്യാരി ചെയ്യുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് സെക്കൻഡറി മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. സോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു രജിസ്റ്റർ ചെയ്ത കമ്പനിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, സെക്കൻഡറി മാർക്കറ്റിൽ ഇടപെടാൻ പറ്റൂ, അല്ലെങ്കിൽ ട്രാൻസാക്ട് ചെയ്യാൻ പറ്റൂ. സെക്കൻഡറി മാർക്കറ്റിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ലിസ്റ്റിംഗ്. സോ ഇനി നിങ്ങൾ ഒരുപാട് കേൾക്കാൻ പോകുന്ന ടേമാണ് ലിസ്റ്റിംഗ്. ലിസ്റ്റിംഗ് എന്താണെന്ന് വെച്ചാൽ സെക്കൻഡറി മാർക്കറ്റിലെ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്ത കമ്പനിയെ നമ്മൾ എന്ത് വിളിക്കുന്നു, ലിസ്റ്റഡ് കമ്പനി എന്ന് വിളിക്കുന്നു. സോ ആ കമ്പനിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ട്രാൻസാക്ഷൻ ക്യാരി ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. സോ ഇവിടെ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി എന്താണ് നോക്കാം. സെക്കൻഡറി മാർക്കറ്റ് ഡീൽസ് വിത്ത് ദ സെയിൽസ് ആൻഡ് പർച്ചേസ് ഓഫ് ഓൾറെഡി ഇഷ്യൂഡ് ഇക്വിറ്റി ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് കോർപ്പറേറ്റ് ഫേംസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓൾറെഡി ഇഷ്യൂ ചെയ്ത ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് സെക്കൻഡറി മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളൊന്ന് ഓർമ്മിക്കുക, സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റി എന്നുള്ള നിലയ്ക്ക് ഓർമ്മിക്കുക. സെക്കൻഡ് പോയിന്റ്, ആരൊക്കെയാണ് സെക്കൻഡറി മാർക്കറ്റിൽ ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ്. കോർപ്പറേറ്റ് ഫേംസ് ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്, സെമി ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട്. മൂന്നാമത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്ത, അതായത് ലിസ്റ്റഡ് ചെയ്ത കമ്പനീസ് മാത്രമേ സെക്കൻഡറി മാർക്കറ്റിൽ ഡീൽ ചെയ്യാൻ പറ്റൂ. സോ സെക്കൻഡറി മാർക്കറ്റിൻ്റെ മീനിങ് മാത്രമേ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് ലേറ്റർ ഡിസ്കസ് ചെയ്യും. തേർഡ്, ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റ്. അതായത് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ മൂന്നാമത്തെ കോമ്പണൻറ്റ് നമ്മൾ പറഞ്ഞത് ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റ് ആയിരുന്നു. ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റ് ആ പേര് തന്നെ പറയുന്നുണ്ട്. അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റി ഡീല് ചെയ്യുന്ന മാർക്കറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം, ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റ് എന്ന് വിളിക്കാം. ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റിനെ ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റി മാർക്കറ്റ് എന്നുകൂടി വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റി എന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ ഗവൺമെൻറ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻസ്ട്രുമെൻറ്റിന് എന്താണ്, റിസ്ക് കുറവാണ്. സോ ഇതെന്ത് ചെയ്യുന്നുണ്ട്, 100% സേഫ്റ്റി ഉറപ്പ് വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഈ റിസ്ക് കുറഞ്ഞ ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ടാണ് ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റി എന്ന് വിളിക്കുന്നത്. സോ ഗിൽറ്റ് എഡ്ജ്ഡിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ തിളങ്ങുന്നത് അല്ലെങ്കിൽ ഗോൾഡിനോട് സമമായുള്ളത് എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ റിസ്ക് കുറവായത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റി എന്ന് വിളിക്കുന്നത്. സോ ചിലപ്പോൾ നിങ്ങളോട് ഗവൺമെൻറ് സെക്യൂരിറ്റി എന്ന് എക്സാമിന് ചോദിക്കില്ല, ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റി മാർക്കറ്റ് എന്നാണ് ചോദിക്കുക. സോ അത് ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റ് ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലേക്ക് ഇൻജെക്ട് ചെയ്ത് വെക്കുക. സെക്കൻഡ് പോയിന്റ് പറയുന്നത് വെച്ചാൽ ഗവൺമെൻറ് സെക്യൂരിറ്റി റെഫേഴ്സ് ടു ദ മാർക്കറ്റബിൾ ഡെപ്റ്റ് ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ് ഓർ സെമി ഗവൺമെൻറ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെൻറ്റോ സെമി ഗവൺമെൻറ്റോ ആയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റിലേക്ക് ഇടപെടുന്നത് അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നത്. സോ ഇതെന്താണ്, ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണെന്നുള്ള കാര്യമാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. തേർഡ് പോയിന്റ് പറയുന്നതായിരുന്നു വെച്ചാൽ ഇതെന്താണ്, സെക്യൂർഡ് ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലെങ്കിൽ റിസ്ക് കുറവാണ്. സോ ആ റിസ്ക് കുറഞ്ഞത് കൊണ്ടാണ് ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റിനെ ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. കൂടാതെ ഇതെന്ത് ചെയ്യുന്നു, നമുക്ക് ക്യാപിറ്റൽ അപ്രീസിയേഷനും റെഗുലർ ഇൻകവും ഉറപ്പുവരുത്തുന്നുമുണ്ട്. സോ ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റ് എന്താണെന്ന് ഓർമ്മിക്കുക. ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റിനെ ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റി മാർക്കറ്റ് എന്നുകൂടി വിളിക്കുന്നുണ്ട്. ഗവൺമെൻറ് ഇൻസ്ട്രുമെൻറ്റ്സ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റ്. അതായത് സെമി ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ് ഈ ഒരു മാർക്കറ്റിൽ ഇടപഴകുന്നത്. കംപ്ലീറ്റ്ലി റിസ്ക് ഫ്രീ ആണെന്നുള്ളതും കൂടി ഓർമ്മിക്കുക. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഓർ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ സപ്ലൈ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റി ഇൻ ദ മാർക്കറ്റ് ആർ അറൈസ്ഡ് ഡ്യൂ ടു ദെയർ ഇഷ്യൂ ബൈ സെൻട്രൽ, സ്റ്റേറ്റ് ഓഫ് ലോക്കൽ ഗവൺമെൻറ് ആൻഡ് സെമി ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റി മാർക്കറ്റിലെ പ്രധാന
പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ ബോഡീസ് ആൻഡ് അതർ സെമി ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്താണ്? ഈ ഗവൺമെൻറ് സെക്യൂരിറ്റി RBI ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതായത് മണി മാർക്കറ്റ് ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് RBI ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മാർക്കറ്റിലെ മണി സർക്കുലേഷൻ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ മണി സർക്കുലേഷൻസ് കുറയ്ക്കാൻ, ഇൻഫ്ലേഷൻ ഡീഫ്ലേഷൻ പോലുള്ള പ്രതിഭാസങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ട് RBI എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ് യൂസ് ചെയ്യുന്നുണ്ട്. തേർഡ് പോയിന്റ്, റിസ്ക് ഫ്രീ ഇൻസ്ട്രുമെന്റ്. നമ്മൾ കഴിഞ്ഞ പോയിന്റ് പറഞ്ഞ കാര്യമാണ്, റിസ്ക് ഫ്രീ ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതായത് ഗവൺമെന്റ് സെക്യൂരിറ്റി മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റ് സെക്യൂരിറ്റി മാർക്കറ്റ് റിസ്ക് ഫ്രീ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്യാപിറ്റൽ അപ്രീസിയേഷൻ റെഗുലർ ഇൻകവും നൽകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ റിസ്ക് ഫ്രീ ഇൻസ്ട്രുമെന്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ഫോർത്ത് പോയിന്റ്, ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ് ബിയർ എ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഹാവിങ് ഫിക്സഡ് മെച്യൂരിറ്റി പീരിയഡ്. അതായത് നമ്മൾ ഗവൺമെൻറ്റുമായിട്ടാണ് ഒരു എഗ്രിമെൻറ്റിൽ അത് ഏർപ്പെടുന്നത്. സോ അതിലെ ഇൻട്രസ്റ്റ് റേറ്റും മെച്യൂരിറ്റി പീരീഡും ഫിക്സഡ് ആയിരിക്കും എന്നുള്ള കാര്യമാണ് ഫോർത്ത് പോയിന്റ് പറയുന്നത്. സോ ഫിഫ്ത്തായിട്ട് നിങ്ങൾക്കൊരു പോയിന്റ് കൂടി എഴുതാം. ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വഴി കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ്? നമ്മൾ അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, ടാക്സ് ഫ്രീ ആണ്. സോ ഫിഫ്ത്ത് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓർമ്മിച്ചാൽ മതി. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ വാങ്ങുന്നത് വഴി നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ആ ഇൻട്രസ്റ്റ് എന്താണ്? ടാക്സ് ഫ്രീ ആണ്, അല്ലെങ്കിൽ ടാക്സിൽ നിന്ന് എക്സംഷൻ ആണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുക. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് നോക്കാം. ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റി മാർക്കറ്റിൽ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, സെമി ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇടപെടുന്നു. സെക്കൻഡ് പോയിന്റ്, RBI മോണിറ്ററി കൺട്രോൾ നടത്താൻ വേണ്ടിയുള്ള ഒരു ടൂളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെൻറ് സെക്യൂരിറ്റീസ് യൂസ് ചെയ്യുന്നുണ്ട്. തേർഡ്, റിസ്ക് ഫ്രീ ആണ്. ഫോർത്ത്, ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ് ആണ്. ഫിഫ്ത്ത് പോയിന്റ് ഒന്ന് മനസ്സിൽ ഓർമ്മിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ഇതിൻ്റെ ഇൻട്രസ്റ്റ് ടാക്സ് ഫ്രീ ആണ്. ലാസ്റ്റ് കോമ്പണൻസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഒരു പ്രധാന പങ്കാളിത്തം എന്ത് ചെയ്യുന്നുണ്ട്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഹിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ക്യാപിറ്റൽ മാർക്കറ്റിലെ മേജർ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ കമ്പനീസിനെ പ്രൊമോട്ട് ചെയ്യുകയും നിലവിലുള്ള കമ്പനീസിൻ്റെ ഡെവലപ്മെൻറ്റിനും ഗ്രോത്തിനും സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട മേജർ പ്ലേയേഴ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒന്ന് IDB ആണ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സെക്കൻഡ് ICICI ആണ്, ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. തേർഡ് UTI, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഫോർത്ത് LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻസ് ഓഫ് ഇന്ത്യ. സോ ഇതുപോലെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഒരു പ്രധാനപ്പെട്ട കോമ്പണൻ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത് കൊണ്ട് ചെറിയൊരു എക്സ്പ്ലനേഷൻ മാത്രമേ ഇവിടെ നൽകിയിട്ടുള്ളൂ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കോമ്പണൻസ് ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആയിരുന്നു. പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്, ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. താങ്ക് യു.